മുത്തപ്പൻ്റെ ഗിരിപ്രഭാഷണം. മുത്തപ്പനവിടെ പ്രഭാഷണം ചെയ്തു. നല്ലവരെന്നോ ചീത്തവരെന്നോ വേർതിരിവില്ല മുത്തപ്പന്. ആരോടും പകയില്ല, ഏഷ്യയില്ല. എന്നെ വധിക്കാൻ ശ്രമിച്ചവരോടും ഞാനിതാ ഇന്നു ക്ഷമിച്ചിടുന്നു. ദുഷ്ടത ചെയ്വോർക്ക് നാശം വരുത്തുന്നു പ്രകൃതിയാം മാതാവു തന്നെ. പ്രായശ്ചിത്ത ബുദ്ധിയില്ലാതെ കണ്ട് ആരുമേ നന്നായി തീരുകില്ല. നാം എല്ലാവരും ഒരച്ഛനും അമ്മയ്ക്കും മക്കളാണെന്നതറിഞ്ഞിടുക. ഈ നീലാകാശത്തിൻ ചോട്ടിൽ എല്ലാവരും ജീവിക്കണം ഒരു കുടുംബമായി. സത്യം പ്രകാശിക്കട്ടെ, എന്നും സത്യം പ്രകാശിക്കട്ടെ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. മുത്തപ്പൻ പാറയിൽ കയറി നിന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചു. പാറയിൽ നിന്നും ഇറങ്ങി വന്ന് അച്ഛൻ്റെ പാദത്തിൽ നമസ്കരിച്ചു. അച്ഛൻ്റെ കാതിൽ എന്തോ പറഞ്ഞു. അച്ഛൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരി അവസാനം വരെയും പിതാവിലുണ്ടാവാൻ അനുഗ്രഹിച്ചു. കൊട്ടിയൂരിൽ വെച്ച് പിതാവിന് ദർശനം. കൊട്ടിയൂർ മഹോത്സവം അടുത്തു വന്നു. കൊട്ടിയൂരിൽ വെച്ച് കാണാമെന്ന് മുത്തപ്പൻ അച്ഛനോടോതി പോലും. തിരുവഞ്ചിറയുടെ മേൽഭാഗത്തച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടങ്ങു നിന്നിടവേ കണ്ണു തുറന്നപ്പോൾ കൈലാസനാഥനെ കണ്ടു വരദഹസ്തവുമായി. പൂവും പ്രസാദവും കാൽക്കൽ സമർപ്പിച്ച് കണ്ണടച്ചങ്ങു തൊഴുതു നിന്നു. കണ്ണു തുറന്നപ്പോൾ കണ്ടതോ അത്ഭുതം, പുഞ്ചിരി തൂകുന്ന തൻ്റെ പുത്രൻ. അച്ഛൻ്റെ കാൽക്കൽ നമസ്കരിച്ചു പുത്രൻ. എൻ്റെ രഹസ്യം അറിയുവാനിതിൽ പരം എന്തു വേണം എൻ്റെ അച്ഛാ. അച്ഛനീ രൂപം മനസ്സിൽ ധരിച്ചിട്ട് ഇല്ലത്ത് പോയി സുഖമായി വാഴുക. എന്നെ മറന്നിടണം എൻ്റെ അച്ഛൻ. ഈ ദർശനം നമ്മുടെ അന്തിമ ദർശനം. ഇല്ലത്തെത്തിയ തൃപ്പടിക്ക തമ്പുരാൻ മുത്തപ്പ മുത്തപ്പ എന്ന് വിളിച്ച് തൻ്റെ ശരീരം വെടിഞ്ഞു. ജീവൻ മുക്തനായി തീർന്നു. മുത്തപ്പൻ തൻ്റെ ആഗ്നേയാസ്ത്രത്താൽ അച്ഛൻ്റെ ചിതക്കും തീ കൊളുത്തി. അച്ഛൻ്റെ ചിതക്കും തീ കൊളുത്തി. ചന്ദൻ്റെ സംശയ നിവാരണം. നിരക്ഷരനായൊരു ചന്ദൻ, പ്രാകൃതനായൊരു ചന്ദൻ, കള്ളുചെത്തിയിട്ടുപജീവനം നയിച്ചിടുന്ന പാവമാം ചന്ദൻ. കേട്ടുകേൾവിയിലൂടെ തെറ്റായ കാര്യങ്ങൾ മുത്തപ്പനെ പറ്റി കേട്ടു. ചന്ദൻ്റെ ഉള്ളിൽ സംശയമായി. ആ സംശയം തീർത്തു ചന്ദൻ അനുഗ്രഹം നൽകുവാൻ മുത്തപ്പൻ തീർച്ചയാക്കി. ചന്ദൻ ചെത്തുന്ന പനയിൽ നിന്ന് ഒരിറ്റു കള്ളു പോലും കിട്ടാതായി. മുത്തപ്പനാണത് മോഷ്ടിക്കുന്നതെന്ന് ചന്ദനെ ആരോ പറഞ്ഞു ധരിപ്പിച്ചു. മോഷ്ടാവിനെ കണ്ടുപിടിക്കുവാനായി ഒരു ദിനം രാത്രിയിൽ കാത്തിരുന്നു. ഒരു വൃദ്ധൻ പനമേലിരിക്കുന്നതും
കള്ളുകൊന്നതും കണ്ടു ചന്ദൻ, രോഷാകുലനായ ചന്ദനെ ആ വൃദ്ധനൊന്നു തുറിച്ചു നോക്കി. പേടിച്ചു ബോധം നശിച്ച ചന്ദൻ പെട്ടെന്ന് കല്ലായി തീർന്നുവല്ലോ. ചന്ദനെ കാണാഞ്ഞ ചന്ദൻ്റെ ഭാര്യ അന്വേഷിക്കാനായി വന്ന നേരം ചന്ദനനക്കമില്ലാതെ കിടക്കുന്നു കണ്ടുപോലൊരു വൃദ്ധൻ പനമേലായി. ദേവൻ്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞവൾ, മുത്തപ്പ ഭഗവാനെ ദേവദേവ, കാത്തുരക്ഷിക്കണേ പൊന്നുമുത്തപ്പ. ആരുമെനിക്കില്ലൻ ഭർത്താവല്ലാതെ, മാപുതന്നാശ്രയം നൽകിയിടണം. അവളുടെ ദുഃഖത്തിൽ അലിവു തോന്നി മുത്തപ്പൻ പ്രത്യക്ഷനായി. ചന്ദനെയൊന്നു തലോടിയപ്പോൾ ചന്ദനു ജീവൻ തിരിച്ചു കെട്ടി. മുത്തപ്പ മാപ്പു നൽകിയിടണമേ, മറ്റുള്ളവർ തൻ വാക്കുകൾ കേട്ടിട്ടു തെറ്റുപറ്റി പൊന്നു മുത്തപ്പ ദേവ. ഇനി മുതൽ മുത്തപ്പൻ തന്നെ ഞങ്ങളുടെ ദൈവം. ചന്ദൻ പറഞ്ഞു മുത്തപ്പനോടായി, ഇവിടം വിട്ടേ പോവരുതേ, ഇവിടെ തന്നെ വസിച്ചിടണേ, അങ്ങ് ഇവിടെ തന്നെ വസിച്ചിടണേ. ചന്ദനു ജീവൻ നൽകി ബന്ധുവാക്കി തീർത്ത മുത്തപ്പ ദേവ ശരണം, പൊന്നു മുത്തപ്പ ദേവ ശരണം, പൊന്നു മുത്തപ്പ ദേവ ശരണം.